സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സമയതീരം തുടരുന്നു. അധ്യായം 12. പ്രസന്നചന്ദ്രൻ ഒറവയ്ക്കൽ ഇൻഡസ്ട്രീസിൽ നിന്ന് കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ കോൾ വന്നു. ആർപ്പൂക്കര പോലീസ് സ്റ്റേഷനിലെ SI ശരത് കുമാറിൻ്റെ മൊബൈൽ നമ്പർ. പല പ്രദേശങ്ങളിൽ ഭൂമി തുരന്നും മലയിടിച്ചും നിലം കുഴിച്ചും മണ്ണും മണലും പാറയും എടുക്കുന്നതിനാൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളുമായും നല്ല കണക്ഷനുണ്ട് പ്രസന്നചന്ദ്രന്. കോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രസന്നചന്ദ്രൻ ഡ്രൈവിങ്ങിനിടയിൽ തന്നെ ചോദിച്ചു, സരസാറേ, എന്താ വിളിച്ചേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രസന്നചന്ദ്രൻ്റെ പോലീസ് പ്രോബ്ലം എന്ന് വെച്ചാൽ ടിപ്പർ ലോറി തടയലും മണ്ണും മണലും പിടിച്ചെടുക്കലുമാണ്. എല്ലാം കൃത്യമായിട്ട് ഞാൻ എത്തിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെ മാനേജരെ അടിച്ചവശനാക്കി റോഡിലിട്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ അതോ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണോ? പ്രസന്നചന്ദ്രൻ്റെ തല ഒരു നിമിഷത്തേക്ക് മരവിച്ചു പോയി. സീരിയസ് ആണോ? അത് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ടേ അറിയാനൊക്കൂ. ഞങ്ങളുടെ കൂടെ ഡോക്ടർമാരാരുമില്ല. ഞങ്ങൾ സ്പോട്ടിലുണ്ട്. നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. മെഡിക്കൽ കോളേജ് മതി. ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. പ്രസന്നൻ കാർ റോഡിലിട്ട് വട്ടം തിരിക്കാൻ ശ്രമിച്ചു. അവിടെ വീതി കുറവായിരുന്നു. റിവേഴ്സ് എടുത്തപ്പോൾ പിന്നിലെ ഇലക്ട്രിക് പോസ്റ്റിൽ കാറിൻ്റെ പിൻഭാഗം തട്ടി. ബ്രേക്ക് ലൈറ്റ് സെറ്റ് ഉടഞ്ഞു. ബമ്പർ ചളുങ്ങി. വെപ്രാളത്തിൽ മുമ്പോട്ടെടുത്തപ്പോൾ മുന്നിലെ ബമ്പർ മൺതിട്ടയിൽ ഉരഞ്ഞ് ലോക്കുകൾ പൊട്ടി. അതൊന്നും ഗൗനിക്കാതെ അയാൾ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി കാറ് വിട്ടു. വൈകുന്നേരത്തെ തിരക്കിൽ MC റോഡ് മുറിച്ചു കടന്ന് മെഡിക്കൽ കോളേജിലെത്താൻ അരമണിക്കൂർ എടുത്തു. കാഷ്വാലിറ്റിയിൽ ചെന്നപ്പോൾ SI ശരത് കുമാറിനെയും 2 പോലീസുകാരെയും കണ്ടു. ഇങ്ങോട്ട് കൊണ്ടുവന്നതേയുള്ളൂ. SI പറഞ്ഞു. ഡോക്ടർ ഒരു പരിശോധന നടത്തി. ഇപ്പോൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയിരിക്കുക. സത്യന് ബോധമുണ്ടോ ശരത്? ബോധമൊക്കെയുണ്ട്. അവശതയാ. വല്ലതും ചോദിച്ചോ? ആരാ ചെയ്തതെന്ന്? ഞാൻ ചോദിച്ചു. ഒന്നും പറയുന്നില്ല. നാട്ടുകാർ പറയുന്നത് ക്രിക്കറ്റ് കളിക്കാൻ നടക്കുന്ന പിള്ളേരാണെന്നാ. ബാറ്റും സ്റ്റമ്പും ഒക്കെ ഉണ്ടായിരുന്നത്രേ അടിക്കാൻ. 6 പേര്, 3 ബൈക്ക്. ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ലേ? എവിടുന്നോ വന്നവന്മാരാ. ഇവിടുള്ളവരല്ല. നാട്ടുകാർക്ക് ആരെയും പരിചയമില്ല. എനിക്ക് തോന്നുന്നത് അവന്മാർ പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാ. എക്സ്റേ യൂണിറ്റ് എവിടെയാ? പ്രസന്നചന്ദ്രൻ കൺമുമ്പിലൂടെ കടന്നുപോയ ഒരു അറ്റൻഡറോട് ചോദിച്ചു. അയാൾ പാസേജിലേക്ക് കൈ ചൂണ്ടി. പ്രസന്നചന്ദ്രൻ അവിടെ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഒടുവിൽ സത്യശീലനെ സ്ട്രെച്ചറിൽ കിടത്തി ഒരു അറ്റൻഡറും നേഴ്സും കൂടി തള്ളിക്കൊണ്ടു വന്നു. ഫ്രാക്ചർ ഉണ്ടോ? SI ശരത് കുമാർ ചോദിച്ചു. ഇല്ലെന്നാ തോന്നണേ. ഡോക്ടർ നോക്കട്ടെ. നേഴ്സ് കാഷ്വാലിറ്റിയിലേക്ക് പോയി. പുറകെ ശരത് കുമാറും നീങ്ങി. പ്രസന്നചന്ദ്രൻ സ്ട്രെച്ചറിലേക്ക് നോക്കി. കണ്ണു തുറന്ന് കിടക്കുകയാണ് സത്യശീലൻ. ആരാടാ നിന്നോടിത് ചെയ്തത്? നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. സത്യശീലൻ ഞെരങ്ങി. എന്നിട്ടെന്താ പോലീസിനോട് പറയാഞ്ഞത്? കേസെടുത്ത് എല്ലാവന്മാരെയും പൊക്കണ്ടേ? കേസെടുത്ത വലിയേട്ടൻ്റെ വിനുക്കുട്ടൻ 1-ാം പ്രതിയായിട്ട് വന്നേക്കും. സത്യശീലൻ മുരണ്ടു. പ്രസന്നചന്ദ്രൻ ഞെട്ടിത്തെറിച്ചു നിന്നു. പ്രസന്നചന്ദ്രൻ തിരക്കിട്ട് വിനയൻ്റെ നമ്പർ എടുത്ത് വിളിക്കുന്നത് കണ്ട് സത്യശീലൻ അരുതേയെന്ന മുഖം കൊണ്ട് ആംഗ്യം കാട്ടി. നീ അവിടെ അടങ്ങിക്കിടക്ക്. ഇതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. നിന്റെ മേൽ കൈവച്ച എല്ലാ അവന്മാരെ ഇപ്പം തന്നെ പൊക്കണം. വേണ്ട. സത്യശീലൻ ഞരങ്ങി. അബദ്ധമൊന്നും കാണിക്കല്ലേ. വിനുക്കുട്ടൻ കൈവിട്ടു പോകും. വിനയൻ്റെ മൊബൈലിലേക്ക് കോൾ പോയിക്കഴിഞ്ഞിരുന്നു. പ്രസന്നൻ കട്ട് ചെയ്യാൻ ഭാവിക്കുമ്പോഴേക്കും മറുവശത്ത് ഫോൺ എടുത്തു കഴിഞ്ഞു. ഹലോ വലിയേട്ടാ. വിനയൻ്റെ ശബ്ദം. കോപാകുലനായിരുന്ന പ്രസന്നൻ തൻ്റെ ശ്വാസം തണുക്കാൻ അല്പം കാത്തു. ഹലോ വലിയേട്ടനല്ലേ? അതെ. എന്താ മിണ്ടാത്തെ? ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ വലിയേട്ടാ? ഞാൻ വരാൻ അല്പം വൈകും. നീ എവിടെയാ? വീട്ടിലുണ്ടല്ലോ. വലിയേട്ടൻ എവിടെയാ? മെഡിക്കൽ കോളേജിലാ. നമ്മുടെ സത്യശീലനെ കുറേ ക്രിക്കറ്റ് പിള്ളേർ ഉപദ്രവിച്ചു. ആരാ വലിയേട്ടാ? ആരാണെന്നൊന്നും അറിയില്ല. സത്യം കാറിൽ പോരുമ്പോൾ കാറ് തടഞ്ഞ് വലിച്ചിറക്കി അടിക്കുകയായിരുന്നു. എന്താ കാര്യം? സത്യേട്ടൻ്റെ കാറ് അവരുടെ ദേഹത്ത് തട്ടുകയോ മറ്റോ ചെയ്തോ? കാര്യം എന്താണെന്നൊന്നും അറിയില്ല. അവന്മാർ പണിയൊപ്പിച്ചിട്ട് ബൈക്കിൽ കടന്നു കളഞ്ഞു. സത്യേട്ടന് എന്തെങ്കിലും കുഴപ്പം? പോലീസ് വന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവിടെ എക്സ്റേ സ്കാനിങ്ങും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം പരിശോധന കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. സീരിയസ് ആണോ വലിയേട്ടാ? കുറച്ച് സീരിയസ് ആണ്. ഞാൻ വരണോ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വരാൻ വൈകുന്ന അമ്പിയച്ചിട്ടിയോട് പറഞ്ഞേക്ക്. ശരി വലിയേട്ടാ. ഫോൺ ഡിസ്കണക്റ്റ് ആയത് പ്രസന്നൻ അറിഞ്ഞു. അയാൾ മുഖം തിരിച്ച് സത്യശീലനെ നോക്കി. അവന് എന്തെങ്കിലും മനസ്സറിവുള്ളതായിട്ട് യാതൊരു ലക്ഷണവും ഇല്ലല്ലോ സത്യ. സത്യശീലനെ കാഷ്വാലിറ്റിക്ക് സമീപമുള്ള ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുകയാണ്. സ്കാനിങ്, ECG, എക്സ്റേ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം മാത്രമേ വാർഡിലേക്ക് മാറ്റൂ. ഒരുപക്ഷെ വിനുക്കുട്ടൻ്റെ കൂട്ടുകാർ ഏറ്റെടുത്ത് ചെയ്തതായിരിക്കും. സത്യശീലൻ പിറുപിറുത്തു.
അവർക്ക് നിന്നോട് വിരോധം തോന്നാൻ എന്താ കാരണം? ഞാൻ ആ മെറ്റോളുടെ ചെകിട്ട് തടിച്ചില്ലേ, അതിന് പകരം വീട്ടാൻ മിനുക്കുട്ടിൻ്റെ കൂട്ടുകാരൻ നിന്നെ വളഞ്ഞിട്ട് തല്ലുവോ? ഏയ്, വലിയേട്ടനെ അറിയാഞ്ഞിട്ടാ. അവരല്ല മിനുക്കുട്ടിനും സുധാകരൻ്റെ മകളും തമ്മിലുള്ള അടുപ്പത്തിന് സപ്പോർട്ടാണെങ്കിലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. കൂട്ടത്തിലൊരു ചങ്ങാതിയുടെ പെണ്ണിൻ്റെ ചെകിട്ടത്ത് ഒരുത്തൻ അടിക്കുന്നു, അവർക്ക് സഹിച്ചില്ലായിരിക്കും. പക്ഷേ അവർക്ക് അവളെ അറിയില്ലല്ലോ. മിനുക്കുട്ടൻ അവളെ അവരുടെ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി യാത്രയുണ്ടായിരുന്നല്ലോ പലപ്പോഴും. നമ്മളതൊന്നും അറിഞ്ഞില്ല. ഇതിനിടെ നേഴ്സ് വന്ന് സത്യശീലനെ ട്രിപ്പിട്ടു. എക്സ്റേ റിസൾട്ടുമായി ഡോക്ടർ വന്നു. ഫ്രാക്ചറൊന്നുമില്ല, പേടിക്കണ്ട. മസിൽസ് ടിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ദിവസത്തേക്ക് നല്ല പെയിൻ ഉണ്ടാവും. അഡ്മിറ്റ് ചെയ്യണോ? ഡോക്ടറാ തീരുമാനിക്കേണ്ടത്, പ്രസന്നം പറഞ്ഞു. എന്തായാലും ഒബ്സർവേഷൻ പീരീഡ് കഴിയട്ടെ. പേ വാർഡൊന്നും ഒഴിവില്ല. മെഡിക്കൽ വാർഡിൽ ബെഡില്ല. കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളാം ഞങ്ങൾ. അതായിരിക്കും നല്ലത്. ഡോക്ടർ പോയിക്കഴിഞ്ഞപ്പോൾ പ്രസന്നൻ സത്യശീലൻ്റെ ബെഡിൽ ചെന്നിരുന്നു. നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറാം. ഒബ്സർവേഷൻ്റെ സമയം കഴിയട്ടെ. സത്യശീലൻ മൂളി. സത്യ, വിനുക്കുട്ടൻ്റെ സംഭവം അല്പം സീരിയസ് അല്ലേ? അങ്ങനെ എനിക്കും തോന്നുന്നു. അത് അറുത്ത് മുറിക്കണമല്ലോ. ധൃതി പിടിച്ചൊന്നും വേണ്ട, പതുക്കെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പ്രസന്നൻ അത് ശരിയെന്ന് തലയാട്ടി. വിനയന് സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ജെയ്സണാണ് വിളിച്ചു പറഞ്ഞത്. അയാളെ വേണ്ട പോലെ കൈകാര്യം ചെയ്തു. ഇത്രമാത്രമേ ജെയ്സൺ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് തന്നെ കാൾ കട്ട് ചെയ്തു. ബോബിയാണ് പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഫ്രാക്ചറൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പാ. നോ വൂൺസ്, നോ ബ്ലഡ്. അങ്ങനായിരുന്നു പ്ലാൻ. നല്ല അടി കൊടുത്തു. ഇനിയവൻ ആരെയും അടിക്കാൻ കൈവക്കില്ല. വിനയൻ സംഭവം അനുപ്രിയയെ വിളിച്ചറിയിച്ചു. സത്യശീലനെ അടിച്ചെന്ന് കേട്ടതും അവൾക്ക് വേവലാതിയായി. അവളെ സമാധാനിപ്പിക്കാൻ വിനയൻ അല്പം ബന്ധപ്പെടേണ്ടി വന്നു. പിറ്റേന്ന് സത്യശീലനെ മാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ ചികിത്സ ആരംഭിച്ചു. ഇടയ്ക്ക് വിനയൻ സത്യശീലനെ കാണാൻ ചെന്നു. സത്യശീലൻ്റെ ബെഡിനരികെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതാരടിച്ചു, എത്ര പേരുണ്ടായിരുന്നു, കണ്ടാലറിയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്നോ, ആരെങ്കിലും സംശയമുണ്ടോ, പോലീസ് കേസുണ്ടോ എന്നെല്ലാം വിനയൻ തിരക്കി. സത്യശീലൻ ഒരു സംശയത്തിന് ഇടകൊടുക്കാതെ മറുപടിയും പറഞ്ഞു. അടുത്ത ഞായറാഴ്ച കാഞ്ഞിരപ്പടിയിൽ ജിജോ ജേക്കബിൻ്റെ വീട്ടിൽ വിനയനും സുഹൃത്തുക്കളും സമ്മേളിച്ച് സത്യശീലന് കൊടുത്ത അടിപൂരത്തിൻ്റെ ആഘോഷം നടത്തി. അതിൽ പങ്കെടുക്കാൻ വിനയൻ അനുപ്രിയയെ കാറിൽ കയറ്റിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഒറവയ്ക്കൽ ഇൻഡസ്ട്രീസിലെ ഒരു സ്ഥിരം കസ്റ്റമറുടെ മകളുടെ കല്യാണത്തിനെന്ന് അനുപ്രിയയെ കൊണ്ട് വീട്ടിലൊരു നുണയും പറയിച്ചു വിനയചന്ദ്രൻ. 2 ആഴ്ചയോളം സത്യശീലൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം ആയുർവേദ വിധിപ്രകാരമുള്ള കിഴി, തിരുമ്, പിഴിച്ചിൽ ചികിത്സയ്ക്കായി ചെമ്പക്കരയിലേക്ക് പോയി. പ്രസന്നചന്ദ്രൻ സത്യശീലനെയും കൂട്ടി അനുപ്രിയയെ വിനയനിൽ നിന്നും വേരോടെ പിഴുതു കളയാനുള്ള മാർഗങ്ങൾക്കായി തല പോയിക്കുന്നുണ്ടായിരുന്നു. അതിനെയൊന്നും ജീവനോട് ഭൂമിക്ക് മീതെ വെച്ചേക്കിരുത്തുന്ന എൻ്റെ മനസ്സ് പറയുന്നേ. പ്രസന്നചന്ദ്രൻ കൂടെ അത് ആവർത്തിച്ചു. തനിക്കൊരു ഉൾവിളിയുണ്ടെന്നാണ് അയാളുടെ അവകാശവാദം. മനസ്സ് പറയുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് കലാശിക്കും. അനുപ്രിയയ്ക്ക് എന്ത് സംഭവിച്ചാലും മിനുക്കുട്ടൻ അത് മാപ്പാക്കില്ല. ഈയിടെ അവളെയും കൂട്ടി കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ചങ്ങാതിയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഞായറാഴ്ച. എന്നോട് പകരം വീട്ടിയതിൻ്റെ ആഘോഷമായിരുന്നു അവിടെ. വിനുക്കുട്ടൻ അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ടായ്മ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെയാ. ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഒക്കെ ഓരോരുത്തന്മാർ വന്ന് നമുക്ക് പണി തന്നിട്ട് പോകും. ആരാന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുണ്ടോ? ഇതെവിടെ വെച്ചെങ്കിലും മുറിക്കണ്ടേ? പ്രസന്നൻ ചോദിച്ചു. വിനുക്കുട്ടന് ഒരു സംശയം ഉണ്ടാകരുത്. അവൻ നമ്മളോട് പിണങ്ങരുത്. അവൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കരുത്. ഇത്രയും നമ്മൾ ഉറപ്പാക്കിയേ പറ്റൂ. ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകാതിരിക്കുമോ? എൻ്റെ അനുഭവത്തിൽ ഇല്ല. വലിയേട്ടൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. സത്യ, നിൻ്റെ ഈ ക്ഷമ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പ്രസന്നചന്ദ്രൻ അയാളെ അനുമോദിച്ചു. ഈ ദിവസങ്ങൾക്കിടയിൽ വിനയൻ അനുപ്രിയയ്ക്ക് പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഒപ്പിടുവിച്ച പാസ്പോർട്ട് ഓഫീസിൽ കൊടുത്തിരുന്നു. വീട്ടിൽ അമ്മയോടൊന്ന് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ വെരിഫിക്കേഷന് പോലീസ് വരുമ്പോൾ അമ്മ കണ്ണു മിഴിക്കും. വിനയൻ അനുപ്രിയയെ ഓർമ്മിപ്പിച്ചു. മകൾ പാസ്പോർട്ടിന് അപേക്ഷ വെച്ചു എന്ന് കേട്ടപ്പോൾ വിലാസിനി അന്തം വിട്ടു. നിനക്ക് എന്തിനാ മോളെ പാസ്പോർട്ട്? എവിടെ പോകാൻ? വിദേശത്ത് എവിടെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പോകാലോ. നിനക്ക് ആര് ജോലി തരാൻ? നിന്നെ ആര് കൊണ്ടുപോകും? അതും ഒരു ജോലിക്ക്. അമ്മേ, ഒരു പാസ്പോർട്ട് എടുത്തു വെച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഒറവയ്ക്കൽ ഇൻഡസ്ട്രീസ് ഷാർജയിൽ ഒരു ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നു എന്നിരിക്കട്ടെ. അവിടെയും ജോലിക്ക് ആൾ വേണമല്ലോ. പാസ്പോർട്ട് ഉള്ളവർക്കേ പോകാൻ പറ്റൂ. എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഫ്ലൈറ്റിൽ കയറി പോവാലോ.
പിന്നെ ഇവിടുന്ന് ഉറവയ്ക്കക്കാർ ചെന്നിട്ട് വേണ്ടേ ഷാർജയിൽ മെറ്റലടിച്ചു കൊടുക്കാൻ. അനീഷ് അവളെ കളിയാക്കി. 1 മാസത്തിനുള്ളിൽ സത്യശീലൻ്റെ ചികിത്സ അവസാനിച്ചു. അയാൾ ഓഫീസിൽ വന്നു തുടങ്ങി. വിനയനും അനുപ്രിയയുമായുള്ള ബന്ധം ഒരു ബോംബിട്ട് തകർക്കാൻ കഴിയുമെങ്കിൽ അതിനും തയ്യാറായ മട്ടിൽ ക്ഷമയറ്റ് കഴിഞ്ഞുകൂടുകയായിരുന്നു പ്രസന്നചന്ദ്രൻ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ഒന്നിച്ച് ഹൈറേഞ്ചിൽ പോയി മടങ്ങുന്നതിനിടയിൽ സത്യശീലൻ പ്രസന്നചന്ദ്രനോട് പറഞ്ഞു. എന്താണത്? പ്രസന്നചന്ദ്രൻ ഉദ്വിഗ്നനായി. വല്യേട്ടനൊരു കല്യാണം കഴിക്കുക. ഞാൻ? പ്രസന്ന സ്വയം നെഞ്ചിൽ തൊട്ടിട്ട് സത്യശീലൻ്റെ നേർക്ക് തുറച്ചു നോക്കി. വിനുക്കുട്ടൻ അധികം വൈകാതെ ഒരു ദിവസം വല്യേട്ടന് മുമ്പിൽ അനുപ്രിയയുടെ പ്രപ്പോസൽ വെക്കും. വല്യേട്ടൻ എതിർപ്പിൻ്റെ സൂചനയെങ്കിലും കാട്ടിയാൽ അവൻ ആ പെണ്ണിനെ രജിസ്റ്റർ മാരേജ് കഴിച്ച് ഇവിടുന്ന് കടന്നു കളയും. അവന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ഏത് രാജ്യത്ത് പോയാലും നല്ലൊരു ജോലി കിട്ടാൻ അവന് ബുദ്ധിമുട്ടില്ല. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ വളർത്തിക്കൊണ്ട് വന്ന അവനെ ഞാൻ ഒരു തെണ്ടിച്ചിക്കും വിട്ടുകൊടുക്കില്ല. അതിന് ഞാൻ പറഞ്ഞ വഴി മാത്രമേയുള്ളൂ. വല്യേട്ടനൊരു കല്യാണം കഴിക്കുക. വാഗമൺ ചുരം ഇറങ്ങുന്നതിനിടയിൽ ഒരിക്കൽ കൂടി സത്യശീലൻ ഊന്നി പറഞ്ഞു. വിലാസിനി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പൂർണിമയും അനീഷും സ്കൂളിൽ, അനുപ്രിയ ഓഫീസിലും. ഉറവയ്ക്കലെ കാർ വിലാസിനിയുടെ വീടിന് താഴെ പാതയോരം ചേർന്ന് നിന്നു. പ്രസന്നചന്ദ്രൻ കാറിൽ നിന്നിറങ്ങി. സ്വിച്ച് കീ അയാൾ കയ്യിലെടുത്തു. റിമോട്ട് ലോക്ക് പ്രസ് ചെയ്ത് കാർ പൂട്ടി. അയാൾ വിലാസിനിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നു. മുറ്റത്ത് ആരോ ചുമയ്ക്കുന്നത് കേട്ട് വിലാസിനി വരാന്തയിലേക്ക് വന്നു. മുറ്റത്ത് പ്രസന്നചന്ദ്രൻ മുതലാളി. വിലാസിനിയുടെ വയറ്റിലൂടെ ഒരു തീപ്പന്തം പാളിത്തിരിഞ്ഞ് പാഞ്ഞു പോയി. അവൾ 2 നിമിഷം സ്തംഭിച്ച് നിന്നു. പിന്നെ മുറ്റത്തേക്ക് ഓടി ഇറങ്ങി വന്നു. മുതലാളി ഇവിടെ അനുവിനെ തിരക്കി വന്നതാണോ? അവൾ രാവിലെ ഓഫീസിൽ പോയി. എനിക്കറിയാം. ഞാൻ അവളെ കാണാനല്ല, വിലാസിനിയോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നോടോ? ഇവിടെ വിലാസിനിയല്ലേ കുടുംബനാഥ? സുധാകരനില്ലല്ലോ. മുതലാളി കയറിയിരുന്നാട്ടെ. ഇരിക്കാം. ഉടൻ വിലാസിനി വരാന്തയിൽ കയറി ഒരു തോർത്തെടുത്ത് പ്ലാസ്റ്റിക് കസേര തുടച്ചിട്ടു. പ്രസന്നചന്ദ്രൻ കയറി ചെന്ന് അതിലിരുന്നു. കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. അടുത്ത തിങ്കളാഴ്ച എൻ്റെ 39ാം പിറന്നാളാണ്. കുടുംബക്കാരെ എല്ലാവരെയും ഉറവയ്ക്കൽ ക്ഷണിച്ചു വരുത്തി ഗംഭീരമായിട്ട് ആഘോഷിക്കാനാ തീരുമാനം. കുടുംബക്കാരെന്ന് വെച്ചാൽ ഉറവയ്ക്കൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും കുടുംബം. ഉറവയ്ക്കൽ കുടുംബത്തിൻ്റെ ചാർച്ചക്കാരാണ്. വിലാസിനി തെല്ലമ്പരപ്പിൽ കേട്ടു നിന്നു. ഞാൻ തന്നെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്ന ഒരേയൊരു വീട് ഇതുമാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഓഫീസിൽ വെച്ച് ക്ഷണക്കത്ത് കൊടുക്കും. അതിന് പറ്റാത്തവരെ ഫോണിൽ വിളിക്കും. വിലാസിനി പിന്നെയും ചിന്താക്കുഴപ്പത്തിൽപ്പെട്ട് കാത്തു നിന്നു. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിലാസിനിക്ക് അറിയാലോ. വേണ്ടാന്ന് വിചാരിച്ച് ഇത്രയും കാലം പോയി. എനിക്ക് എത്ര പ്രായം തോന്നും വിലാസിനിയുടെ കാഴ്ചപ്പാടിൽ? വിലാസിനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 34, 35 എന്നൊക്കെയാണ് സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ പറയാറ്. ഇനി വേണമെങ്കിലും ഒരു കല്യാണം കഴിക്കാം അല്ലേ? ബുദ്ധിമാന്യം പിടിവിട്ടവളെ പോലെ വിലാസിനി തലയാട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിലാസിനി മനസ്സിരുത്തി കേൾക്കണം. വിലാസിനിയുടെ മകൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 22, 23 തികഞ്ഞിട്ടില്ല. 15, 16 വയസ്സിൻ്റെ പ്രായവ്യത്യാസമൊന്നും ഇന്നത്തെ കാലത്തൊരു വ്യത്യാസമല്ല. പ്രസന്നനെ ആദ്യം മുറ്റത്ത് കണ്ടപ്പോഴത്തെ പോലെ ഒരു തീപ്പന്തം വീണ്ടും വിലാസിനിയുടെ വയറ്റിൽ എരിഞ്ഞു തുടങ്ങി. അനുപ്രിയയുടെ സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടി. മുഖത്തെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാ. മാത്രമല്ല, ആ മന്ത്രിയുടെ ഓഫർ വന്നപ്പോൾ അവളെടുത്ത ധീരമായ നിലപാടുണ്ടല്ലോ, അതെന്നെ വല്ലാതങ്ങ് സ്വാധീനിച്ചു. അത്ര സ്വഭാവ നൈർമല്യമുള്ള പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ കിട്ടില്ല. പണവും പദവിയും ഒന്നും അവൾക്ക് പ്രശ്നമല്ല. അത്തരം പ്രലോഭനങ്ങൾക്കൊന്നും അവളെ കീഴടക്കാൻ പറ്റില്ല. അതാണ് സത്യസന്ധത, അതാണ് ആത്മാർത്ഥത, അതാണ് സ്ത്രീയുടെ അഭിമാനം. ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ, ഈ ജന്മത്ത് ഞാനൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് അനുപ്രിയെ മാത്രമായിരിക്കുമെന്ന്. വിലാസിനിയുടെ തൊണ്ട വരണ്ടു, കാല് കുഴഞ്ഞു. വിലാസിനി, നമുക്ക് കുറച്ച് പണമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അനുപ്രിയെ പോലൊരു പെണ്ണ് ഗൃഹലക്ഷ്മിയായി വാഴുന്ന വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും ഒരു അലവലാതി ചെറുക്കൻ്റെ ഭാര്യയായി അവൻ്റെ വീട്ടിലെ അടുക്കളപാത്രങ്ങളും വിഴുപ്പ് തുണികളുമായി ജീവിക്കേണ്ടവളല്ല അനുപ്രിയ. പണവും പ്രതാപവും അന്തസ്സുള്ള ഒരു ഭവനത്തിൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ പ്രകാശിക്കേണ്ടവളാ. അതുകൊണ്ട് പ്രസന്നചന്ദ്രൻ വിലാസിനിയുടെ നേർക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, അവളെ എനിക്ക് തന്നേക്ക്. വിലാസിനി അത് ശരിക്കും കേട്ടില്ല. തൻ്റെ കേൾവിശക്തി തീരെ താണുപോയി എന്ന് അവൾക്ക് തോന്നി. പകരം വിലാസിനിക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ സ്വത്തിൻ്റെ പകുതി അവളുടെ പേരിലേക്ക് എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് താമസിക്കാൻ നല്ല ഒന്നാന്തരം മാളിക വീട് വെച്ച് തരാം.
നിങ്ങളുടെ ഇളയ 2 മക്കളെയും പഠിപ്പിച്ച് ഏറ്റവും ഉയർന്ന നിലയിലെത്തിക്കാം. കുമാരനല്ലൂരിൽ 2 ഏക്കർ റബ്ബർ തോട്ടം എൻ്റെ പേരിലുണ്ട്. അത് വിലാസിനിയുടെ പേരിലേക്ക് എഴുതിത്തരാം. പകരം ഒന്നു മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അനുപ്രിയയെ എനിക്ക് തരണം. മുതലാളി, അവളോടൊരു വാക്ക് ചോദിക്കാതെ. എന്തിന്? എന്നെ അവൾ തള്ളിപ്പറയുമോ? അവളേക്കാൾ കുറച്ച് പ്രായക്കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സും ശരീരവും ചെറുപ്പമാണ്. 2ാം കെട്ടുകാരനല്ല ഞാൻ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര വലിയൊരു ലോട്ടറിയാണ് ഞാൻ നിങ്ങളുടെ നേർക്ക് വെച്ച് നീട്ടുന്നത്. എൻ്റെ മുമ്പിൽ നിങ്ങൾ ആരാ? ഡ്രൈവർ സുധാകരൻ്റെ വിധവയും മക്കളും. ഞാനിപ്പോൾ മുമ്പോട്ട് വെച്ച ആലോചന തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളെന്നെ അപമാനിക്കുമോ? അത്രയ്ക്ക് ബുദ്ധിശൂന്യത നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രസന്നചന്ദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പം മറക്കരുത്, അടുത്ത തിങ്കളാഴ്ച എൻ്റെ പിറന്നാളാണ്. ഉറവയ്ക്കൽ വീട്ടിലെത്തണം നിങ്ങൾ കുടുംബസമേതം. അവിടെ സദ്യയും ആഘോഷവുമുണ്ട്. അവിടെ വെച്ച് ഞാനും അനുപ്രിയയും തമ്മിലുള്ള വിവാഹക്കാര്യം ഞാൻ പ്രഖ്യാപിക്കും. വിലാസിനിക്ക് സമ്മതമല്ലേ? ഞാൻ എന്താ പറയേണ്ടതെന്ന്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോകുക. ഏതാണ്ട് 150 കോടി വിലമതിക്കുന്ന സ്വത്താണ് ഞാൻ നിങ്ങളുടെ മകളുടെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ പോകുന്നത്. 1.5 കോടി രൂപ വിലയുള്ള ഒരു വലിയ വീടാണ് ഞാൻ വിലാസിനിക്കും മക്കൾക്കുമായി വാങ്ങിത്തരുന്നത്. കുമാരനല്ലൂരെ 2 ഏക്കർ റബ്ബർ തോട്ടത്തിന് എന്താ വിലയെന്നറിയോ? സെൻറ്റിന് 5 ലക്ഷം വെച്ച് കണക്ക് കൂട്ടി നോക്ക്. 10 കോടി. 251 പവൻ്റെ സ്വർണ്ണമാണ് അനുപ്രിയയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. വിലാസിനിക്ക് സമ്മതമല്ലേ? വിലാസിനി കണ്ണു മിഴിച്ച് വിശ്വസിക്കാനാവാതെ തരിച്ച് നിൽക്കുകയാണ്. എനിക്ക് സമ്മതമാണ്. പക്ഷേ വിലാസിനിയുടെ സമ്മതം മാത്രം മതി എനിക്ക്. സമ്മതമാണല്ലോ? ആ അതെ. ഇനി വാക്ക് മാറില്ലല്ലോ? വിലാസിനിയുടെ മുഖത്തിന് നേർക്ക് പ്രസന്നൻ വിരൽ ചൂണ്ടി. ഇല്ല, വാക്ക് മാറില്ല എന്ന് പറ. വാക്ക് മാറില്ല. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പ്രസന്നചന്ദ്രൻ പോകാനായി മുറ്റത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് ഇറങ്ങി. എന്നിട്ട് തിരിഞ്ഞു നിന്നു. പിന്നൊരു കാര്യം. അയാൾ വിലാസിനിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഞാനിവിടെ വന്നുപോയതും സംസാരിച്ച സംഗതികളും മൂന്നാമതൊരാൾ അറിയരുത്. വിലാസിനിയുടെ മക്കൾ പോലും. മനസ്സിലായോ? അനുവിനോട് പറയണ്ടേ? വേണ്ട. പിറന്നാളിൽ നിന്ന് ഉറവയ്ക്കൽ വീട്ടിൽ വെച്ച് ഞാൻ ഡിക്ലെയർ ചെയ്യും. അന്നറിഞ്ഞാൽ മതി അവളും. അതിനു മുമ്പ് വിലാസിനി അവൾക്കൊരു സൂചന പോലും കൊടുക്കരുത്. കാരണം ഇത് മുടക്കാൻ പലരും മുന്നോട്ട് വന്നെന്നിരിക്കും. പറഞ്ഞതൊക്കെ കേട്ടല്ലോ? കേട്ടു. വിലാസിനിയുടെ മനസ്സിലിരുന്നാൽ മതി. അത് ചോർന്നു പോയെന്ന് ഞാൻ അറിയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. വിലാസിനി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ കാറിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ കാർ ഇരുമ്പുന്ന ഒച്ചയും കേൾക്കായി. കാർ നീങ്ങുന്നതും കണ്ടു. വിലാസിനി അത് നോക്കി പകച്ചു നിന്നു. പിറന്നാൾ ആഘോഷമായി കൊണ്ടാടുന്നതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുകയാണ് പ്രസന്നചന്ദ്രൻ. 2000 പേർക്കുള്ള സദ്യവട്ടമാണ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തെല്ലൊരു വിസ്മയത്തോടെ അമ്പികച്ചിറ്റയും വിനയനും അത് കേട്ടുകൊണ്ടിരുന്നു. ഈ പ്രായത്തിൽ ഇങ്ങനൊരു പിറന്നാളാഘോഷം വേണമെന്ന് തോന്നാൻ എന്താ കാരണം? അമ്പികച്ചിറ്റ അയാളോട് ചോദിച്ചു. പ്രായം കടന്നു പോകുമല്ലേ? 39. ചെറുപ്പത്തിൻ്റെ അവസാനത്തെ മയിൽക്കുറ്റിയെ അമ്പികച്ചിറ്റേ. അത് കഴിഞ്ഞാൽ ഞാനൊരു 40കാരനാകും. അത് വേറൊരു ഏജാ. മധ്യവയസ്സന്മാരുടെ പ്രായം. പിന്നെ ആഘോഷിക്കാൻ 3-4 സ്ഥലങ്ങളേ ഉള്ളൂ. അരനൂറ്റാണ്ട്, ഷഷ്ടിപൂർത്തി, സപ്തതി, നവതി വരെയൊക്കെ പോകുമോയെന്നറിയില്ല. പിന്നെയുള്ളത് 16 അടിയന്തരമാണ്. അതിന് ഞാനുണ്ടാവില്ലല്ലോ. തമാശ പറഞ്ഞ പോലെ പ്രസന്നചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. പ്രസന്ന, നിന്നെ കണ്ടാൽ 35 പോലും തോന്നിക്കില്ല. പിന്നെ എന്തിനാ ആളുകളെയെല്ലാം ക്ഷണിച്ചു കൂട്ടി വിളംബരം ചെയ്യുന്നേ 39 ആയിന്ന്? എനിക്ക് എന്തെങ്കിലുമൊക്കെ ആഘോഷം വേണ്ടേ ചിറ്റേ ജീവിതത്തിൽ? ഞാനിങ്ങനെ യന്ത്രത്തെ പോലെ പണിയെടുത്തും തിന്നും ഉറങ്ങിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ? അതുപോരാ, വിനയം പറഞ്ഞു. എൻ്റെ എത്ര വയസ്സ് ഞാൻ പോലും അറിയാതെ കടന്നുപോയി. നമ്മളിവിടെ കാർത്തികയുടെ പിറന്നാൾ എത്ര വട്ടം ആഘോഷിച്ചു. വിനയൻ്റെ പിറന്നാളും ഒന്നാന്തരമായിട്ട് ആഘോഷിച്ച വർഷങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തക്കാർ മാത്രം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് മാത്രം ഒത്തുകൂടിയുള്ള ആഘോഷമായിരുന്നില്ലേ? ഇതെന്തിനാ വലിയ കല്യാണം പോലെ നടത്തുന്നതെന്നാ ചിറ്റയുടെ സംശയം. വിനയൻ പറഞ്ഞു. 39 വയസ്സ് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഏജായി ലോകത്താരും ഇന്നേ വരെ പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പ്രസന്നചന്ദ്രൻ പരിഭവ സ്വരത്തിൽ പറഞ്ഞു. ഒരു താല്പര്യക്കുറവും ഇല്ല പ്രസന്ന, സന്തോഷമേ ഉള്ളൂ. അമ്പികച്ചിറ്റ പറഞ്ഞു. എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. നാഗശ്ശേരിക്കാർ അത്ഭുതപ്പെടണം. ഉറവയ്ക്കൽ എന്താ കല്യാണം വല്ലതും നടക്കുന്നുണ്ടോയെന്ന്. വലിയേട്ടനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു ആഘോഷം വെച്ചിരുന്നെങ്കിൽ അതൊരു സംഭവമായേനെ, വിനയൻ പറഞ്ഞു. ഇതാണ് പോയിന്റ്. തൻ്റെ അനുജൻ ഒന്നും അറിയാതെയാണെങ്കിലും കൃത്യമായി വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പ്രസന്നൻ മനസ്സിൽ പറഞ്ഞു.
അതെന്താ നീ ആലോചിക്കാത്തെ? അമ്പിയച്ചിറ്റിയും ചോദിച്ചു. 39 വയസ്സിലും 38-ലുമൊക്കെ എത്രയോ പേര് കല്യാണം കഴിക്കുന്നു. പക്ഷെ 40 കഴിഞ്ഞാൽ ഡിമാൻഡ് താണു പോകും. നീ തന്നെ പറഞ്ഞ പോലെ അത് വേറൊരു പ്രായമാ. ഇതാണ് അവസാനത്തെ മയിൽക്കുറ്റി. അതും എൻ്റെ മനസ്സിലുണ്ട്. പ്രസന്നചന്ദ്രൻ ആരുടെയും മുഖത്ത് നോക്കാതെ ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കിക്കൊണ്ട് അലസമട്ടിൽ പറഞ്ഞു. എന്നൊരു അത്ഭുത ശബ്ദം പുറപ്പെടുവിച്ച അംബികച്ചിറ്റ അയാളെ മിഴിച്ചു നോക്കി. അച്ഛനും അമ്മയും ഇല്ലാത്ത 3 കുട്ടികളുടെ കെയർടേക്കർ എന്ന നിലയിൽ അംബികച്ചിറ്റ പ്രസന്നൻ്റെ 25-ാമത്തെ വയസ്സ് മുതൽ കല്യാണത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. ഇന്നേ വരെ പ്രസന്നൻ നോ എന്നല്ലാതെ വിദൂര സാധ്യതയുള്ള നോക്കട്ടെ എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. വിനയനും അത്ഭുതത്തോടെ പ്രസന്നനെ നോക്കി. ഈസ് ഇറ്റ് ട്രൂ? സത്യമായിട്ടും വലിയേട്ടൻ ശരിക്കും പറഞ്ഞതാണോ? എൻ്റെ മനസ്സിലും അങ്ങനെയൊരാലോചന, ഒരു കല്യാണം കഴിച്ചാലോന്ന്. എന്തു പറ്റി കല്യാണ വിരോധിക്ക്? അമ്പികച്ചിറ്റയ്ക്ക് അത്ഭുതവും സന്തോഷവും അടക്കാൻ കഴിഞ്ഞില്ല. അല്ല ചിറ്റേ, ഇനിയും വൈകിപ്പിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൻ്റെ അവസാനത്തെ പടിയിൽ നിന്നുകൊണ്ട് ഒരു സെലക്ഷൻ നടത്താം. ഞാനൊരു ഓഫർ വെച്ചാൽ ബുദ്ധിയുള്ള ആരും അത് ഉപേക്ഷിക്കുന്നു തോന്നുന്നില്ല. ദാറ്റ്സ് വൈസ് ആൻഡ് നൈസ് ഡിസിഷൻ. വിനയനും വലിയ സന്തോഷമായി. എങ്കിൽ ഈ ബർത്ത്ഡേ നമുക്ക് പൊടിക്കണം. പ്രസന്ന അമ്പിയച്ചിറ്റ കുസൃതി കലർന്ന ഒരു ഈണത്തിൽ വിളിച്ചു. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോയെന്നാ എനിക്കിപ്പോൾ സംശയം. ഉണ്ടോ വലിയേട്ടാ? വിനയൻ പ്രസന്നൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അങ്ങനെയൊന്നുമില്ല. പ്രസന്നൻ ഒരു കള്ളക്കാമുകൻ്റെ ചിരിയോടെ പറഞ്ഞു. ചിറ്റേ, ഇത് കയ്യോടെ പിടിക്കണേ. വലിയേട്ടനെല്ലാം മനസ്സിൽ കണ്ടിട്ട് തന്നെയാ. പ്രസന്നൻ ആർക്കും പിടികൊടുക്കാത്ത മട്ടിലൊരു ചിരിയുമായി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വിനയനും അമ്പിയച്ചിറ്റയും കൂടി അയാളുടെ കാൽച്ചുവട്ടിയിലെ മണ്ണ് മുതൽ മനസ്സ് വരെ മാന്തി നോക്കി. പ്രസന്നൻ ഒരു പിടിയും കൊടുത്തില്ല. സത്യം പറ പ്രസന്ന, നീ ആരെയും കണ്ടുവച്ചിട്ടില്ലേ? ഒടുവിൽ അംബികച്ചിറ്റ ഇപ്പോൾ പിണങ്ങും എന്ന മട്ടിൽ ചോദിച്ചു. കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസന്നൻ ബാക്കി പറയുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു. ഉണ്ട്. നോക്കണേ. കള്ളൻ്റെ കള്ളത്തരം. അംബികച്ചിറ്റ നിറഞ്ഞ സന്തോഷത്തോടെ മൂക്കത്ത് വിരൽ വെച്ചു. വിനയനും അതിശയം അടക്കി വെക്കാൻ കഴിയുന്നില്ല. വലിയേട്ടാ, സത്യം പറ. ആരാ? ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? അംബികച്ചിറ്റ അന്തം വിട്ടിരുന്നു. ചിറ്റ മിണ്ടാതിരി, വലിയേട്ടൻ പറയട്ടെ. അവൾക്ക് ഇങ്ങോട്ട് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നെ അറിയാം. എനിക്ക് അവളെയും നന്നായിട്ടറിയാം. മനസ്സിൽ ഓർക്കാപ്പുറത്ത് കയറിക്കൂടിയൊരു മോഹമാ. അതാരാണെന്ന് പറ വലിയേട്ടാ. വലിയേട്ടന് താല്പര്യമാണെങ്കിൽ എത്ര വലിയ കൊമ്പത്തെ പെണ്ണാണെങ്കിലും വളച്ചുകൂട്ടി വലിയേട്ടൻ്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചു തരാം. ആ വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രിയും ഡോക്ടറേറ്റും വരെ എടുത്ത വിദ്വാൻമാരുണ്ട് എൻ്റെ ഗ്യാങ്ങിൽ. ചില നുറുങ്ങുവിദ്യകൾ, പൊടിക്കൈകൾ, കുറുക്കുവഴികൾ അത്രേ വേണ്ടു. വിനയൻ എന്തെന്നില്ലാത്ത ഉത്സാഹം. അതൊന്നും വേണ്ടി വരില്ലടാ. നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മതി. ഞങ്ങൾ കൂടെ നിൽക്കുമോന്നോ? അതെന്തൊരു വർത്തമാനാ പ്രസന്ന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് ബാക്കി എന്തും. അമ്പിയച്ചിറ്റ ദൃഢസ്വരത്തിൽ പറഞ്ഞു. വിനയ, നീ വേണം മുൻകൈ എടുക്കാൻ. എനിക്കിതിനൊന്നും അത്ര പരിചയമില്ലെന്ന് നിനക്കറിയാമല്ലോ. ഈ പ്രായത്തിൽ തോന്നിയ ഒരു മോഹം നീ മുമ്പിൽ നിന്ന് നടത്തി തരണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? കൈ കൊട്. വിനയൻ ഇടത് കൈ നീട്ടി. വലത് കൈ എച്ചിലായിരുന്നതിനാൽ പ്രസന്നനും ഇടത് കൈ നീട്ടി. ഇടത് കൈകൾക്ക് ആകാവുന്നത്ര ശക്തിയിൽ ഒരു ഹസ്തദാനം. വലിയേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. വലിയേട്ടൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ആരായാലും ശരി, ഞാൻ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ആ കല്യാണം നടത്തി തന്നിരിക്കും. അനുജൻ്റേതായ അവകാശത്തോടും ശൗര്യത്തോടും കൂടി വിനയം പറഞ്ഞു. പ്രസന്ന, നീ കണ്ടുവച്ച പെണ്ണ് ഏതാണെന്ന് പറഞ്ഞില്ല. അമ്പിയച്ചിറ്റിക്ക് അതറിയാൻ തിടുക്കമായി. പെണ്ണിൻ്റെ വീട്ടുകാരുമായി ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. എന്നാലും ഒരു ക്ലൂ തന്നൂടെ വലിയേട്ടാ? ക്ലൂ തരാം, പക്ഷെ അതിനു മുമ്പ് പെണ്ണിൻ്റെ വീട്ടുകാർ എനിക്കൊരു ക്ലൂ തരണം. വലിയേട്ടൻ അവരുമായി എന്ന് സംസാരിക്കും? ഞാനും ചിറ്റിയും കൂടെ വരണ്ടേ? അതൊന്നും ശരിയാവില്ല. അവർ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്കതൊരു ക്ഷീണമാണ്. ഏത് നാട്ടുകാരിയാണെന്ന് പറഞ്ഞുകൂടെ? ഈ നാട്ടിൽ തന്നെ ഉള്ളതാണോ? വിനയൻ തിരക്കി. ഈ നാട്ടുകാരി തന്നെയാ. എന്തിനാ പ്രസന്ന ഈ സസ്പെൻസ്? നിനക്ക് ഞങ്ങളോട് തുറന്നു പറഞ്ഞുകൂടെ? പറയാൻ ചിറ്റേ. നിങ്ങളോടല്ലെങ്കിൽ പിന്നെ വേറെ ആരോടാ ഞാൻ പറയാ? ഒരല്പം ക്ഷമിച്ചാൽ മതി. പറയാൻ എന്താ വലിയേട്ടാ ഇത്ര മടി? ഇത് നടന്നില്ലെങ്കിൽ എനിക്കതൊരു വിഷമമാണ്. ഇതല്ലെങ്കിൽ വേറൊന്ന് നോക്കണം. ഇല്ല, ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഫസ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് വൺ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ഒന്നാ എനിക്കിത്. വലിയേട്ടാ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഞാൻ ഏറ്റു. ഇതേത് കൊമ്പത്തെ പെണ്ണായാലും ശരി വലിയേട്ടനുള്ളതാ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വലിയേട്ടന് പ്രേമമല്ലേ? വിനയ, നീ വേണ്ടാതീനം പറഞ്ഞ് എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. പ്രേമം, അതും എൻ്റെ ഈ പ്രായത്തിൽ. കുറേ നാളായിട്ടൊരു ഇഷ്ടമുണ്ട്. കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ പെണ്ണ് മതി എന്നൊരു തീരുമാനമുണ്ട്. അത്രേ ഉള്ളൂ എൻ്റെ വലിയേട്ടാ. അത് തന്നെയാ പ്രേമം.
നിങ്ങൾ രണ്ടുപേരും വിസമ്മതം പറയുമെന്നായിരുന്നു എൻ്റെ പേടി. ഞങ്ങൾ എന്തിനാ എതിർക്കുന്നേ? അമ്പിയച്ചിട്ട് ചോദിച്ചു. ഈ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ പ്രായത്തിന് ഒരു കുഴപ്പവും ഇല്ല പ്രസന്ന. ഇനിയെങ്കിലും നീ ഒരു കുടുംബമായിട്ട് ജീവിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ കല്യാണം സംബന്ധിച്ച എല്ലാ ഉത്തരവാദിത്വവും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഏൽപ്പിക്കുക. ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ വലിയേട്ടാ. പെണ്ണിൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ ഇനി മൂന്നാമനുള്ളതല്ലേ നല്ലത്. ആരെങ്കിലും ആ ജോലി ഏൽപ്പിച്ചാലോ? അതുപോരാ, അത് തന്മയത്വമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എന്നെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ഭാവിയിലുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ തോന്നിപ്പിക്കണം ഇതൊരു നല്ല ആലോചനയാണല്ലോ എന്ന്. അത് വേണ്ട പോലെ സംസാരിക്കാൻ പറ്റിയ ആൾ ഞാൻ തന്നെയാണ്, പ്രസന്നചന്ദ്രൻ പറഞ്ഞു. അംബിക ചിറ്റയും കൂടി ഉണ്ടെങ്കിൽ അതല്ലേ കുറച്ചുകൂടി എഫക്റ്റീവ്. രണ്ടാം വട്ടം സംഭാഷണത്തിൽ ഞാൻ ചിറ്റയും കൊണ്ട് പോകാം. ഇതെന്താ രാജ്യാന്തര ഉഭയകക്ഷി ചർച്ചയോ? 3ഉം 4ഉം വട്ടം സമ്മേളിക്കാനും ചർച്ച ചെയ്യാനും? വിനയൻ തമാശ മട്ടിൽ ചോദിച്ചു. പ്രസന്ന, ആ പെണ്ണിന് എന്തു പ്രായം വരും? 25 വയസ്സിൽ കുറയില്ലെന്നാ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. 25ഉം 39ഉം അതൊന്നും സാരമില്ല. ആണുങ്ങൾ 60 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും ഇന്നത്തെ കാലത്ത്. പെണ്ണുങ്ങൾ ഒരു 45 കഴിയുമ്പോൾ തിന്നുകൊഴുത്ത് ആർത്രൈറ്റിസുകാരായി മാറും. അംബിക ചിറ്റ തന്നെത്താൻ തൊട്ട് കാണിച്ചിട്ട് ചിരിച്ചു. എന്നെ കണ്ടില്ലേ? ചിറ്റയ്ക്ക് അത്ര തടിയൊന്നുമില്ല. കാൽമുട്ടിനും നടുവിനും വേദന ഒഴിഞ്ഞ നേരമില്ലല്ലോ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എൻ്റെ തൂക്കം 40 കിലോയാ. അതാണിപ്പോൾ 74 കിലോ വരെ കയറിയത്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ വലിയേട്ടൻ്റെ ബർത്ത്ഡേ അതിഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് ആ പിറന്നാളാഘോഷത്തിൻ്റെ അർത്ഥം എനിക്ക് ബോധ്യപ്പെട്ടത്. അന്ന് വിവാഹക്കാര്യം നമ്മൾ പ്രഖ്യാപിക്കണ്ടേ വലിയേട്ടാ? അതൊന്നും വേണ്ട. കല്യാണം നടക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കണം. നിശ്ചയം നടക്കണ്ടേ? മുഹൂർത്തവും തീയതിയും കുറിപ്പിക്കണ്ടേ? അതൊക്കെ പുറകെ ചെയ്താൽ മതിയെന്നേ വിനയൻ ആവേശം പൂണ്ട് പറഞ്ഞു. പ്രസന്നചന്ദ്രൻ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു പോയ ശേഷം വിലാസിനിയുടെ മനസ്സിൽ വലിയ യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ തങ്ങളെ ഗ്രസിച്ചിരിക്കുന്നതെന്ന് അവർക്ക് സംശയമായി. ഒരു കണക്കിൽ മഹാഭാഗ്യമാണ്. ഉറവക്കലെ അളവറ്റ സ്വത്തുക്കളിൽ പകുതിയുടെയും ഉടമയായി തീരുക എന്നത് നിസ്സാര കാര്യമല്ല. പൂർണിമയെ മെഡിസിന് പഠിപ്പിക്കാം, അനീഷിനെ എഞ്ചിനീയറിങ്ങിന് അയക്കാം, വലിയ മാളിക വീട്, സ്വന്തം കാറ്, റബ്ബർ തോട്ടം, അങ്ങനെ എന്തെല്ലാം ആഡംബരങ്ങളാണ് കയ്യെത്തും ദൂരത്ത്. ആകെ ഒരു വിഷാദമേ ഉള്ളൂ. പ്രസന്നൻ മുതലാളിയുടെ പ്രായം 23 തികഞ്ഞിട്ടില്ല അനുപ്രിയയ്ക്ക്. പ്രസന്നൻ മുതലാളിക്ക് 39. 16 വയസ്സിൻ്റെ പ്രായവ്യത്യാസം. അനുപ്രിയയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ? വിലാസിനി നിഷേധരൂപേണ തന്നെത്താൻ തലയാട്ടി. ഇല്ല, അവൾ സമ്മതിക്കില്ല. ഒരുപക്ഷെ വിനയചന്ദ്രന് വേണ്ടി ആയിരുന്നെങ്കിൽ അവൾ 7 വട്ടം സമ്മതിച്ചേനെ. വിനയേന്ദ്രൻ സാറിനെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഒരു നാവ് പോരാ. പറഞ്ഞാലും തീരില്ല. ഏത് വിഷയത്തെപ്പറ്റി പറഞ്ഞാലും അതിൽ വിനയേന്ദ്രൻ സാർ ഉണ്ടാകും. അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് പോലും പൂർണിമയ്ക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലാണ് പലപ്പോഴും അനുപ്രിയയുടെ സംസാരവും പെരുമാറ്റവും. പലപ്പോഴും വിലാസിനി അനുപ്രിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തലമറന്ന് എണ്ണ തേക്കരുത്. അവനവൻ്റെ നിലയും വിലയും എപ്പോഴും ഓർമ്മ വേണം. അച്ഛനുണ്ടാക്കിയ സൽപ്പേര് കൊണ്ടാണ് അവിടെ ജോലിക്ക് ചേരാൻ കഴിഞ്ഞത്. അത് കളഞ്ഞു കുളിക്കരുത്. നമ്മൾ പാവപ്പെട്ടവരാ. നമ്മുടെ അന്തസ്സിനും അവസ്ഥയ്ക്കും ചേരാത്ത ഒരാഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്നാണ് അവൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിലാസിനിക്ക് പ്രസന്നൻ മുതലാളിയുടെ ആലോചനയെക്കുറിച്ച് ചിന്തിച്ച് ആദ്യ കയറി. മകളോട് എന്തു പറയും താൻ? അവൾക്കിത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പ്രസന്നൻ മുതലാളിയുടെ പ്രതികരണം എന്തായിരിക്കും? താനിത് മുമ്പേ തന്നെ അനുപ്രിയയോട് പറയണോ? തങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുന്ന ഈ ബന്ധം സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അനുപ്രിയ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വിലാസിനി അവൾക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു നടന്നു. അവളെ നോക്കിയാൽ, അവൾ തന്നോട് സംസാരിച്ചാൽ തൻ്റെ മനസ്സിലുള്ളതെല്ലാം ചോർന്നു പോയേക്കുമെന്ന് വിലാസിനി പറയുന്നു. പ്രസന്നൻ മുതലാളിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. വിലാസിനി പലപ്പോഴും മാറി നിന്ന് അനുപ്രിയയുടെ നേർക്ക് പാളി നോക്കി. അപ്പോഴെല്ലാം അതിയായി കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സിടിഞ്ഞു. കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ കാളക്കൂറ്റിനെ പോലെയുള്ള ഒരാളുടെ കിടപ്പറയിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നതിൻ്റെ വേദന. അനുപ്രിയ കഥയേതുമൊന്നും അറിയാതെ ഉല്ലാസവതിയായി അവളുടെ ദൈനംദിന ജീവിതചര്യകളിൽ മുഴുകി. സന്ധ്യയ്ക്ക് അവൾക്ക് വിനയചന്ദ്രൻ്റെ ഫോൺ കോൾ വന്നു. ഒരത്ഭുത വാർത്തയുണ്ട്, അവൻ പറഞ്ഞു. അത്ഭുതമോ? എന്താ അതുവാവേ? പറഞ്ഞാൽ എന്തു തരും? ചോദിക്കുന്നതെല്ലാം തരും. എന്തൊക്കെ ചോദിക്കണം? ഇഷ്ടമുള്ളതെല്ലാം ചോദിക്കാം. ശരി, ഞാൻ പറയാൻ പോണു. ഞെട്ടരുത്. ഞെട്ടും. ഓക്കെ, ഞെട്ടുന്ന ഒച്ച ഇവിടെ കേൾക്കണം. 1 2 3. എൻ്റെ വലിയേട്ടൻ ഗോയിങ് ടു ഗെറ്റ് മാരി.
എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ? വലിയേട്ടൻ കല്യാണം കഴിക്കാൻ പോണൂന്ന്. മൈ ഗോഡ്, ഞെട്ടിമാവേ, ഇതെന്താ ഇങ്ങനെ ഒരു അട്ടിമറി? അട്ടിമറിയോ? ഇതിനേക്കാളും വലുതെന്തോ ആണല്ലോ അത്. എൻ്റെ പൊന്നെ, ഇതൊരു ഭയങ്കര സന്തോഷ വാർത്തയല്ലേ? കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന വലിയേട്ടനുണ്ടായ മനംമാറ്റം. അനുപ്രിയ മൗനം പൂണ്ടു. ഞങ്ങളൊക്കെ അത്ഭുതസ്തബ്ധരായി പോയിന്ന് ഒരു പ്രയോഗമില്ലേ, അങ്ങനെ തന്നെ പറയണം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അംബികച്ചിറ്റയുടെയൊക്കെ സന്തോഷം എത്രയാണെന്നറിയോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കിത് അത്ര വലിയ സന്തോഷ വാർത്തയായിട്ടൊന്നും തോന്നുന്നില്ല. അതെന്താ, നിന്റെ ചാൻസ് നഷ്ടപ്പെട്ടോ? അല്ല വാവേ, എനിക്കെന്തോ ഇത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. വലിയേട്ടൻ വിവാഹം കഴിക്കേണ്ടായിരുന്നോ? അല്ലെന്നേ, വേറെന്തോ പോലെ. ഇതൊരു പ്രേമവിവാഹമാ, അതറിയോ നിനക്ക്? മുതലാളിക്ക് പ്രേമമോ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. എന്നാൽ അതാണ് സത്യം. വലിയേട്ടനൊരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി ആ വീട്ടുകാരോട് സംസാരിച്ചാൽ മാത്രം മതി. മോളെ അനു, അടുക്കളയിൽ നിന്ന് വിലാസിനി വിളിച്ചു. ദേ അമ്മ വിളിക്കണ്. പോട്ടെ, എന്നെ വിളിക്കണേ. അവൾ കോള് കട്ട് ചെയ്തു കൊണ്ട് ഓടി. നീ ആരോടാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നേ? ശാസനാസ്വരത്തിൽ വിലാസിനി ചോദിച്ചു. വിനയേന്ദ്രൻ സാറാ വിളിച്ചത്. എന്തിന്? വിലാസിനി നെറ്റി ചുളിച്ചു. വിനയേന്ദ്രൻ സാറിൻ്റെ വലിയേട്ടൻ കല്യാണം കഴിക്കാൻ പോണത്രേ. വിലാസിനി ഞെട്ടി. അമ്മയെന്താ വല്ലാതെ? അനുപ്രിയ അമ്മയെ സൂക്ഷിച്ചു നോക്കി. നോവൽ നാളെ തുടരും.